എല്ലാവർക്കും വൈസും ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കറന്റ് മാൻ സിറ്റിന്റെ ആ ഒരു ഫോമിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്കറിയാം മാൻ സിറ്റി ഈ ഒരു കഴിഞ്ഞ കുറച്ച് സീസണിലായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെക്കേഡിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു സീസണിന്റെ തുടക്കം വരെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലബ്ബായിരുന്നു. നമുക്കറിയാം പല ക്ലബ്ബുകളും പല സീസണിലും നല്ല ഫോമിൽ കളിക്കുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ലെവർകൂസന്റെ ആ ഒരു ഫോം ഇൻക്രെഡിബിൾ ആയിരുന്നു. അതിന് മുന്നത്തെ സീസണിൽ VRAയിൽ തിളങ്ങിയ സീസൺ ഉണ്ട്. അങ്ങനെ ഓരോ ടീം ഓരോ സീസണിൽ ഇങ്ങനെ തിളങ്ങി അതിന് ശേഷം അവർ ഡൗൺ ആയി പോകാറുണ്ട്. പക്ഷെ ഈ ഒരു കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിറ്റി ഇത്രയും കാലം നമുക്കറിയാം അതിന് മുന്നേ പെപ്പ് വരുന്നതിന് മുന്നേ പറഞ്ഞാൽ സിറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വളരെ ഈ ഒരു യുണൈറ്റഡിനോടുള്ള ആ ഒരു മത്സരം മാത്രമായിരുന്നു സിറ്റിക്കുള്ള ഒരു ഇത്. അതിലും യുണൈറ്റഡിന് തന്നെയാണ് അപ്പോഴും കൂടുതൽ ഹെറിറ്റേജ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിന് ശേഷം ഈ ഒരു പെപ്പ് വന്നതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി കൂടുതൽ ഡെർബികളൊക്കെ ജയിച്ചാൻ തുടങ്ങി. അതുപോലെ തന്നെ കപ്പ് അടിക്കാൻ തുടങ്ങി. പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു 4-5 വർഷത്തെ എടുത്ത് നോക്കാൻ എനിക്ക് തോന്നുന്ന ഒരു UCL ഒക്കെ ആവും ഈ ഒരു ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക സിറ്റിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനത്തെ ഒരു ഇൻക്രെഡിബിൾ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. അതുപോലെ തന്നെ പെപ്പിന്റെ അണ്ടർ ലെവലിൽ ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു സീസൺ തന്നെ ട്രബിൾ ചാമ്പ്യന്മാരായിരുന്നു ഈ ഒരു മാൻ സിറ്റി എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു സിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം പല ടീമുകളും ഡൗൺ ആയി പോയപ്പോഴും ഈ ഒരു റയൽ മാഡ്രിഡ് ആ ഒരു കഴിഞ്ഞ ഡെക്കേഡത്തെ അതേ മോഡലിൽ തന്നെ കുറച്ച് ഡൗൺ ആയെന്നുണ്ടെങ്കിലും പിന്നീട് റയൽ മാഡ്രിഡിന്റെ ഒരു കംബാക്ക് കണ്ടു. അപ്പൊ റയൽ മാഡ്രിഡിന് ഒരു പുഷ് കൊടുക്കാൻ കഴിഞ്ഞ ടീം എന്ന് പറയുന്നത് സിറ്റി മാത്രമാവും എൻ്റെ അഭിപ്രായത്തിൽ. കാരണം സിറ്റി vs റയൽ മാഡ്രിഡ് മത്സരമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളിലെ ക്ലാസിക് മത്സരം. നമുക്കറിയാം അതെന്തായാലും ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഉണ്ടാകും എന്നുള്ളത്. ആ ഒരു കഴിഞ്ഞ സീസണിലാണെങ്കിലും മുന്നത്തെ സീസണിലാണെന്നുണ്ടെങ്കിലും ആ ഒരു മത്സരത്തിൽ ആരാണോ വിജയിച്ചത് ആ ഒരു കഴിഞ്ഞ 3 സീസൺ എടുത്ത് നോക്കാൻ മതി. ആ ഒരു റയൽ മാഡ്രിഡ് vs സിറ്റി മത്സരത്തിൽ ആര് വിജയിച്ചോ അവരാണ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ റയൽ ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ സിറ്റിനായിട്ട് ഏറ്റുമുട്ടി. അതിൽ സിറ്റി പരാജയപ്പെട്ടു പെനാൽറ്റിയിൽ. അത് നല്ല ഇൻക്രെഡിബിൾ ആയിട്ട് മത്സരമായിരുന്നു. അതിനുശേഷം ഫൈനലിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ കീഴ്പ്പെടുത്തി അങ്ങനെ ജയിച്ചു. അതിന് മുന്നത്തെ സീസണിൽ സെമി ഫൈനലിൽ സിറ്റി റയലിനെ തോൽപ്പിച്ചു. അങ്ങനെ സിറ്റി ആ ഒരു കപ്പടിച്ചു. പിന്നെ അതിന് മുന്നത്തെ സീസണിൽ പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാരക കംബാക്ക് ഒക്കെ നടത്തിക്കാണ്ട് റയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് എൻ്റർ ചെയ്ത് ആ ഒരു ലിവർപൂളിനെ തോൽപ്പിച്ചു കാണാം. അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള മത്സരങ്ങൾ കുറെ കണ്ട ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി പല ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഡൗട്ടായിരിക്കും സിറ്റിയിലെ പ്രശ്നം എന്താണെന്നുള്ളത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് റോഡ്രി സിറ്റി ഈസ് നത്തിങ് എന്ന് പറയേണ്ടി വരും. അതേ മണിക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ കടപ്പ് കിടക്കുന്നത്. അതായത് കഴിഞ്ഞ അവസാനത്തെ 12 മാച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി അതിൽ 9 പരാജയപ്പെട്ടേക്കാണ്. പക്ഷെ അതിന് മുന്നത്തെ 108 മത്സരം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 108 മത്സരങ്ങളിൽ നിന്ന് സിറ്റി ആകെ പരാജയപ്പെട്ടുള്ളത് വെറും 9 മത്സരമാണ്. 108 മത്സരങ്ങളിൽ നിന്ന് 99 മത്സരം സിറ്റിക്ക് ലൂസ് അല്ലാതെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ റയർലി ഈ ഒരു പരാജയം അല്ലെങ്കിൽ ലൂസ് ഭയങ്കര ടീമാണ് സിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം അടുപ്പിച്ച് അല്ലെങ്കിൽ ഡ്രോ അല്ലെങ്കിൽ സമനില റയറായിട്ട് വിൻ ചെയ്യുന്ന ആ ഒരു കാഴ്ചയിലാണ്. നമുക്കറിയാം വളരെ ദയനീയമായ അവസ്ഥയാണ്. പക്ഷെ ഈ ഒരു മെയിനായിട്ട് ഈ റോഡ്രിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആ ഒരു പെപ്പിന്റെ കളിശൈലി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതിന് മുന്നേ തന്നെ നമുക്ക് കുറെ എക്സാമ്പിൾ ഉണ്ട്. റോഡ്രി ഇല്ലാത്ത കളിയിൽ വരുമ്പോൾ സിറ്റി ഒന്ന് സ്ട്രഗിൾ ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഈ ഒരു ഗുണ്ടോങ്ങനെ സിറ്റി വിറ്റിട്ടുണ്ടായിരുന്നു ഈ ഒരു വാസിക്ക്. അതിനുശേഷം ആ ഒരു സീസൺ അവിടെ വാസിയിൽ കഴിഞ്ഞതിന് ശേഷം സിറ്റി ഇപ്രാവശ്യം ഗുണ്ടോങ്ങനെ സൈൻ ചെയ്തു. ഒരു DMFൽ അത്യാവശ്യം നല്ല രീതിയിൽ സിറ്റിയിൽ തിളങ്ങിയ പ്ലെയറാണ് ഗുണ്ടോങ് എന്ന് പറയുന്നത്. ആ ഈ ഒരു റോഡ്രിക്ക് ആ ഒരു ACL വന്നപ്പോഴും സിറ്റി ഫാൻസിന്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ഗുണ്ടോങ്ങൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഗുണ്ടോങ്ങനാണെന്നുണ്ടെങ്കിലും അത്ര നല്ല ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നുള്ളത് പറയുന്നത് ഈ ഒരു DMFൽ കളിക്കാൻ പറ്റുന്നത് സ്റ്റോൺസ് അതുപോലെ തന്നെ കോവാസിച്ച് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്ലേസിനൊന്നും ആ ഒരു റോഡ്രിന്റെ ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയില്ല. കാരണം നമുക്ക് അറിയാം ഇപ്രാവശ്യത്തെ ആ ഒരു ബലണ്ടിയർ വിന്നർ തന്നെ റോഡ്രിയാണ്. അത് എന്തുകൊണ്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത്രയും കീ പ്ലെയർ ആണ് ആ സിസ്റ്റത്തിൽ. ആ ഒരു അത്രയും പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിട്ട് ആ ഒരു അത്രയും എത്ര നല്ല ടാലൻസ് ഉള്ള ടീമാണ് സിറ്റി. അത്രയും നല്ല വിങ്സ് ഫോർവേഡ്സ് ഒക്കെ ഉണ്ടായിട്ട് പോലും ഈ ഒരു ഒറ്റ പ്ലെയറിന്റെ അഭാവം മൂലം സിറ്റി ഡൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആ പ്ലെയറിന്റെ റേഞ്ച് അത് എന്തായിരിക്കും എന്നുള്ളത് എന്നറിയാം. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഇത്രയും നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കിയ പെപ്പിന് എന്തുകൊണ്ട് ഈ ഒരു റോഡ്രിനെ റിപ്ലേസ് ചെയ്തുകൂടാ? അല്ലാന്നുണ്ടെങ്കിൽ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു എന്തായാലും ജനുവരിയിൽ മാൻ സിറ്റി എന്തായാലും സൈനിങ്സ് നടത്തും. അങ്ങനെ ഒരു
പ്ലെയറിനെ എനിക്ക് ഈ ഒരു പെപ് ഗാർഡിയോളൊപ്പം തന്നെ കണ്ടുവച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6ാം സ്ഥാനത്താണ് മാൻ സിറ്റി ഇപ്പം പ്രീമിയർ ലീഗിൽ കിടക്കുന്നത്. ലിവർപൂളിനായിട്ട് നോക്കുമ്പോൾ ഏകദേശം 9 പോയിന്റ്സിന്റെ വ്യത്യാസമുണ്ട്. അതിൽ ലിവർപൂളിന് 2 ഗെയിമിംഗ് ഹാൻഡും ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ഈ ഒരു റോഡറിന്റെ പ്രശ്നം ഈ ഒരു പെപ്പിന് സോൾവ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി ട്രാൻസ്ഫറിൽ നല്ലൊരു മികച്ചൊരു സൈനിങ് ഈ ഒരു പെപ്പിന് നടത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സീസണിൽ സിറ്റിക്ക് കിരീടം നേടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ഒന്ന് കോമ്പറ്റീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് സിറ്റിത്തെ ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ സിറ്റി ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ലിവർപൂൾ വോട്ടിൽ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ലിവർപൂൾ വോട്ടിൽ ചെയ്താലും ഈ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെൽസിയും ആഴ്സണലിനെയൊക്കെ കടന്നു പോകണം മുന്നോട്ട് പോകാൻ ഈ ഒരു മാൻ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതത്ര സുഖകരമായ കാര്യമല്ല. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിക്ക് അധികം ചാൻസ് ഒന്നുമില്ല. പക്ഷെ ആ ഒരു റൗണ്ട് 32ക്ക് എത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ റൗണ്ടിക്കെങ്കിലും എത്തിക്കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മുൻപോട്ട് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഒപ്പീനിയനൊക്കെ നോക്കുമ്പോൾ ഈ റോഡ്രിൻ്റെ തന്നെയാണോ സിറ്റിൻ്റെ യഥാർത്ഥ പ്രശ്നം, അതോ നിങ്ങളുടെ ഈ ഒരു ഞാനൊരു മത്സരം സിറ്റിൻ്റെ എല്ലാ മത്സരങ്ങളും കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ ഒരു പ്രശ്നം ഇപ്പോഴൊന്നും ഇല്ലല്ല സിറ്റിക്ക്. ഈ ഒരു പ്രശ്നം, ഈ ഒരു റോഡ്രിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കുറേ മുന്നുള്ള പ്രശ്നം തന്നെയാണ്. കാരണം വിത്തൗട്ട് റോഡ്രി വരുമ്പോൾ മാൻ സിറ്റി ലോസ് ആകലുണ്ട്. പക്ഷെ ആ ഒരു ACL ഇഞ്ചറി നടന്നപ്പോൾ തന്നെ സിറ്റി ഫാൻസ് ഒക്കെ കരുതി തന്നെയാകും ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ വേറെ നിഗമനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.